ആഹാ, എന്തൊരു പ്ലാൻ ആയിരുന്നു. നായരും ഈഴവരും കൈകോർക്കുന്നു. അതിന്റെ നടുവിൽ നിന്ന് നമ്മുടെ മുഖ്യമന്ത്രി കാവി വോട്ടുകൾ ഇടതു പെട്ടിയിലേക്ക് ഡൈവേർട്ട് ചെയ്യുന്നു. അയ്യപ്പ സംഗമൊക്കെ നടത്തി സെറ്റപ്പാക്കി വന്നതായിരുന്നു. പക്ഷേ പെരുന്നയിൽ നിന്ന് വന്ന വാർത്ത കേട്ടതോടെ മുഖ്യമന്ത്രിയുടെ അവസ്ഥ ഇപ്പോൾ പാലം കുലുങ്ങിയാലും പതറാത്തവൻ. പക്ഷെ പാലം തന്നെ ഇല്ലാതായപ്പോൾ എന്ത് ചെയ്യും എന്ന അവസ്ഥയിലായി. കേരളത്തിലെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ പുതിയൊരു വിപ്ലവം സ്വപ്നം കണ്ടവർക്ക് പെരുന്നയിൽ നിന്നും കിട്ടിയത് അപ്രതീക്ഷിത പ്രഹരം തന്നെയാണ്. SNDPയുമായി കൈകോർത്ത് ഒരു ഹിന്ദു ഐക്യനിര പടുത്തുയർത്താമെന്നും അതിലൂടെ വോട്ടുകൾ വെട്ടിയിലാക്കാമെന്നും കരുതിയവർക്ക് കണക്ക് കൂട്ടലുകൾ അപ്പാടെ തെറ്റി. ആചാര സംരക്ഷണത്തിന്റെയും സാമുദായിക ഐക്യത്തിന്റെയും പേരിൽ അയ്യപ്പ സംഗമം നടത്തി സമുദായങ്ങളെ ഒരേ കുടക്കീഴിൽ കൊണ്ടുവരാമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെയും കൂട്ടരുടെയും മാസ്റ്റർ പ്ലാൻ. ഈ ഐക്യം വഴി ഹിന്ദുത്വ വോട്ടുകൾ ഇടതുപക്ഷത്തിന്റെ പെട്ടിയിൽ സുരക്ഷിതമാക്കാമെന്ന മോഹം ഇപ്പോൾ പാതി വഴിയിൽ ചീറ്റിപ്പോയിരിക്കുകയാണ്. നായരും ഈഴവനും ഒന്നിച്ചാൽ തനിക്ക് ലാഭമെന്ന് കരുതിയ പിണറായിയുടെ തന്ത്രങ്ങൾ പെരുന്നയിലെ ഡയറക്ടർ ബോർഡ് യോഗം തച്ചു തകർത്തു. സംഗതി ലളിതമാണ്. വെള്ളാപ്പള്ളി നടേശൻ അയച്ച ദൂതന്റെ നിറം കണ്ടപ്പോൾ തന്നെ NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർക്ക് കളി പിടികിട്ടി. NDA നേതാവായ തുഷാർ വെള്ളാപ്പള്ളിയെ ദൂതനാക്കി അയച്ചതിൽ വ്യക്തമായ രാഷ്ട്രീയമുണ്ട് അദ്ദേഹം തുറന്നടിച്ചു. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വാലായി മാറാൻ NSS ഇല്ല എന്ന് വ്യക്തമാക്കിയതോടെ ഇവരെ ഒരുമിച്ചിരുത്തി വോട്ട് വേട്ട നടത്താനിരുന്ന സർക്കാരിന്റെ മോഹങ്ങൾക്കാണ് തിരിച്ചടിയേറ്റത്. മുസ്ലിം ലീഗിനെ വെള്ളാപ്പള്ളി കടന്നാക്രമിക്കുമ്പോൾ അതിലൂടെ ഉണ്ടാകുന്ന രാഷ്ട്രീയ ധ്രുവീകരണം തനിക്ക് അനുകൂലമാകുമെന്ന് പിണറായി കണക്കുകൂട്ടി. എന്നാൽ സമദൂരം എന്നാൽ അടിയുറച്ച നിലപാടാണെന്നും അത് രാഷ്ട്രീയ ലാഭത്തിനായി ആർക്കും അടിയറവ് വെക്കില്ല എന്നും NSS പ്രഖ്യാപിച്ചതോടെ പിണറായിയുടെ ഐക്യ സ്വപ്നം വെറും പാഴ് സ്വപ്നമായി മാറുകയായിരുന്നു. എന്തായാലും തുഷാറിനെ ദൂതനായി അയച്ച വെള്ളാപ്പള്ളിയുടെ ബുദ്ധി സമ്മതിക്കണം. പക്ഷെ അത് പിണറായിയുടെ സ്ക്രിപ്റ്റ് ആണ് എന്ന് സുകുമാരൻ നായർക്ക് മണത്തെറിഞ്ഞു. BJP മുന്നണിയിലെ നേതാവിനെ വെച്ച് ഐക്യമുണ്ടാക്കി ഹിന്ദുത്വ വോട്ടുകൾ മൊത്തമാക്കി പിണറായിയുടെ പെട്ടിയിൽ വീഴ്ത്താമെന്ന മോഹം പണ്ടാരമടങ്ങിപ്പോയി. മുസ്ലിം ലീഗിനെ വെള്ളാപ്പള്ളി തെറി വിളിക്കുമ്പോൾ കിട്ടുന്ന വോട്ടുകൾ കൊണ്ട് ഓണമുണ്ടാമെന്ന് കരുതിയ AKG സെന്ററിലെ തന്ത്രശാലികൾക്ക് ഇപ്പോൾ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയാണ്. സമുദായ തന്ത്രങ്ങളെ കൂട്ടിയിണക്കി അധികാരം ഉറപ്പിക്കാൻ ഇറങ്ങിയവർക്ക് ഇപ്പോൾ സ്വന്തം പ്ലാൻ തിരിച്ചടിയേറ്റ അവസ്ഥയാണുള്ളത്. ചുരുക്കത്തിൽ പെരുന്നയിലെ ഡയറക്ടർ ബോർഡ് യോഗം എടുത്ത തീരുമാനം കേവലം ഒരു പിന്മാറ്റമേ അല്ല, മറിച്ച് വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് വല വിരിച്ചവർക്കുള്ള ശക്തമായ താക്കീതാണ്. പ്ലാൻ A പാളി, പ്ലാൻ B ചീറ്റി. ഇനി അടുത്ത അടവുമായിട്ട് മുഖ്യമന്ത്രി എപ്പോൾ വരുമെന്ന് കണ്ടു തന്നെ അറിയണം.